ലോർഡ്. സ്തോത്രം. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഹാലേലൂയ. ശമാനാര ഖാനാരി ഫലാടി കാതിപക ശന്തലെ സബന ദുരകല ഘടകദപക ശന്തര സീക്കമാന റീഖബാന ദീകഷാദി റൂമദാരി സന്തരാമ ദേരസൂര ധീരഭാര ശബാര ബാലി കാടികാതി ഭാഗ ശന്തരേ സരേ ദലേഖടേ കഥേബക ശന്തരാമ ധീരസൂര ധീരഭാരി ധീരസാരി സന്തരാമ ദേരസു ശീബരാബലാഗടാഗ ദീഗഭാഗ ശന്തരാമ. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന സ്വർഗീയ ദൈവമേ, നല്ല പിതാവേ, അടിയന്റെ പകൽക്കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ യേശുപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കുന്ന ദാസിദാസന്മാരായിരിക്കുന്ന ഞങ്ങളെ സ്വർഗം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തകർന്നു നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയങ്ങളെ യഹോവേ നീ നിരസിക്കുകയില്ല. ഹാലേലൂയ. ഇന്ന് അടിയന്റെ പകൽക്കാലം യേശുപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് വചനത്തിലൂടെ വ്യക്തിപരമായി ഇടപെടുവാൻ പോകുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനും അടിയനുള്ളവയും ഞാൻ യേശുപ്പച്ചന്റെ തിരുരക്തത്തിൽ മറയ്ക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പാ ഹല്ലേലൂയ. പുത്രത്വത്തിന്റെ ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ അടിയന് കൃപ തരണമേ കർത്താവേ. ഈ സൂം പ്ലാറ്റ്ഫോമിനെ എന്റെ യേശുപ്പച്ച കൈയടക്കിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്ന കർത്താവേ. കടന്നു വന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളോട് ലൂദയുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ തുറന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന അപ്പാ ദൈവമേ. ഇന്ന് വചനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഹാലേലൂയ ദൈവമേ, പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടുവാൻ പോകുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ദൈവമേ, നീ തന്ന മാറ്റമില്ലാത്ത വചനവും ദൂതകളും ദൈവമക്കളുമായി പങ്കുവെക്കുമ്പോൾ എന്റെ അഹം എവിടെയും പൊങ്ങുവാൻ എന്റെ കർത്താവ് സമ്മതിക്കല്ലേ അപ്പാ. തിരുസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മഹത്വവും ഹാലേലൂയ കർത്താവിന്റെ മഹത്വം ഈ ശുശ്രൂഷയിൽ ഇറങ്ങിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സകല മാനവും മഹത്വവും നീ തന്നെ എടുത്തുകൊള്ളണമേ. സ്ഥലത്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശോപ്പച്ചന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുടെ ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരു വട്ടം കൂടെ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് ബീന അജയ് സിസ്റ്ററിന്റെ ഈ പ്രയർ ഗ്രൂപ്പിലൂടെ ഒരു പ്രാവശ്യം കൂടെ കർത്താവിന്റെ നീതിയുള്ള വചനം പറയുവാൻ എനിക്കൊരു അവസരം കൂടെ എന്റെ സർവശക്തനായ ദൈവം ഈ ഭൂമുഖത്ത് ഒരുക്കി തന്നതിന് ഞാൻ സകലരുടെയും മധ്യത്തിൽ വെച്ച് എന്റെ രക്ഷകനെ, എന്റെ വീണ്ടെടുപ്പുകാരനെ താണു വണങ്ങി നമസ്കരിച്ച് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇച്ചിരി താമസിച്ചു പോയി ഞാൻ വരാനായിട്ട്. കാരണം എനിക്ക് വെർച്വൽ കോൺഫറൻസ് ഉണ്ടായിരുന്നു രാവിലെ, പിന്നെ വേറൊരു ശുശ്രൂഷയും ഉണ്ടായിരുന്നു. ഉറങ്ങിയിട്ടില്ല, 2 മണിക്കൂറാണ് ആപ്പാടെ ഉറങ്ങിയേക്കുന്നത്. എന്നാലും കർത്താവിന്റെ സന്നിധിയിൽ ഒത്തിരി എന്താ പറയാ വിശ്വസ്തയോടെ നിൽപ്പാൻ എന്റെ സർവശക്തനായ ദൈവം എനിക്ക് ഓരോ അവസരങ്ങൾ ഒരുക്കി തരുന്നതിന് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമക്കളോട് ഉള്ള പ്രാർത്ഥന ചോദിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു തുറന്ന മനസ്സോടെ ദൈവത്തിന്റെ സന്നിധിയിലിരിക്കാം. വലിയ അഭിഷിക്തന്മാരും അഭിഷിക്തമതികളും ഒക്കെ കടന്നു വരുന്ന ഒരു പ്രയർ ഗ്രൂപ്പ് ആണെന്ന് എനിക്കറിയാം. എന്നാൽ എന്റെ അപ്പൻ തന്ന ഒരു നീതിയുള്ള വചനം, ഒരു നുറുങ്ങ ചിന്ത ദൈവമക്കളുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് വിവിധ തലങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ കടന്നു പോകുന്ന പ്രശ്നമായിരിക്കത്തില്ല നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഞാനും നിങ്ങളും ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ സങ്കീർത്തനക്കാരൻ ചെയ്ത ചില കാര്യങ്ങളാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പങ്കുവെക്കുവാനായിട്ട് അടിയന്റെ കയ്യിൽ തന്നുവിട്ടിരിക്കുന്ന ഒരു നുറുങ്ങ് ചിന്ത. എന്റെ ദൈവത്തിന് സ്തോത്രം. അതിനായി നമുക്ക് തിരുവചനത്തിന്റെ ഏടുകളിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കാം. Psalms 34 verse 5. എന്റെ ദൈവത്തിന് സ്തോത്രം. Psalms 34 verse 5. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. Psalms 34 verse 5. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ദാവീദിന്റെ ജീവിതത്തിൽ താൻ നേരിട്ട ഏറ്റവും ഒരു അപകടകരമായ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം പാടിയ ഒരു സങ്കീർത്തനമാണെന്ന് നമുക്ക് തിരുവചനത്തിന്റെ ഈ തലക്കെട്ടിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. ഹല്ലേലൂയ. അപ്പൊ ഈ അതായത് ഗത്ത് രാജാവിന്റെ മുമ്പിൽ ഭ്രമം നടിച്ച് അവിടെ നിന്ന് താക്കപ്പെട്ട വേളയിൽ ചമച്ചതാണ് ഈ സങ്കീർത്തനം എന്ന് ഇതിൽ നിന്ന് വായിച്ച് ഞാൻ മനസ്സിലാക്കി. ഹല്ലേലൂയ. ഇപ്പം രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്ന് താൻ രക്ഷപ്പെട്ടതിന് ശേഷം അങ്ങനെ കടന്നു വന്ന ഒരു വിഷയത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് എഴുതിയതാണ് ഈ സങ്കീർത്തനം. ഹല്ലേലൂയ.
അപ്പം ദൈവം വിടുവിച്ചതായിട്ട് ഇവിടെ പറയുന്നു. ഹല്ലേലൂയ. അപ്പം ഈ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ദൈവം എൻ്റെ അസ്ഥികളെ എല്ലാം സൂക്ഷിക്കുന്നുണ്ട്, അവയിൽ ഒന്നുപോലും ഒടിഞ്ഞു പോകുവാൻ താൻ സമ്മതിക്കുന്നില്ല എന്ന്. സാംസ് 34:20 അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവം അതായത് ദൈവം സൂക്ഷിച്ചത് കൊണ്ട് മാത്രമാണ് തൻ്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകാതെ ഇരുന്നതെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഈ സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ സ്തോത്രം, താൻ ഈ അകപ്പെട്ട ഈ ദുർഘട ആ സ്ഥിതിയിൽ നിന്ന് താൻ പുറത്തു വന്നതിന് ശേഷം താൻ എഴുതിയ ഈ സങ്കീർത്തനത്തില് 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ആ 5 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യമാണ് 34:3 പറയുന്നത്, മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കുന്നു ദൈവത്തെ പുകഴ്ത്താനായിട്ട്. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളെ നോക്കി വിവേചിച്ചുകൊണ്ട് അടിയനൊരു ദൂത് അറിയിക്കുകയാണ്. ഞാനും നിങ്ങളും ഓരോ പ്രശ്നത്തിലൂടെ ആ പ്രശ്നങ്ങൾ കഴിഞ്ഞ് നമ്മൾ അതിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ, എന്തുമായിക്കോട്ടെ, സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം, അല്ലെങ്കിൽ മക്കളുടെ വിഷയമായിരിക്കാം, കുടുംബത്തിന്റെ വിഷയമായിരിക്കാം, ഏത് വിഷയത്തിലൂടെ നാം കടന്നു പോകുമ്പോഴും ആ വിഷയത്തിൽ നിന്ന് കടന്നു വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തെ പലരും ടെസ്റ്റിമോണി പറയാറുണ്ട്, നമ്മൾ നമ്മുടെ ദൈവത്തെ പുകഴ്ത്താറുണ്ടല്ലേ. ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തെ പുകഴ്ത്തുന്നത് മറ്റുള്ളവർക്കുള്ള ധൈര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഞാൻ കടന്നുപോയ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഇതിനു മുമ്പ് ഈ സൂം പ്ലാറ്റ്ഫോമിലായിരിക്കാം ഒരുപക്ഷെ പറഞ്ഞിരിക്കുന്ന എൻ്റെ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ. ഒരുപാട് തകർച്ചയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ഞാൻ. 3 പ്രാവശ്യം ഡിവോഴ്സ് പേപ്പർ മേടിച്ച് അതിൽ നിന്ന് ഇപ്പോഴും എൻ്റെ ദാമ്പത്യ ജീവിതം നിലനിൽക്കുന്നത് എൻ്റെ കർത്താവിന്റെ കൃപയാലാണ്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് പുകഴാനോ പ്രശംസിക്കാനോ ഒന്നുമില്ല. വിശ്വാസത്തിന്റെ ശോധനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഹല്ലേലൂയ ഇപ്പോഴും കടന്നു പോവുകയാണ്. പക്ഷെ അച്ചാച്ചനെ ഇപ്പോഴും അപ്സ്റ്റേഴ്സിലുണ്ട് പുള്ളിക്കാരൻ. ഇപ്പോഴും എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം എൻ്റെ കർത്താവ് ഉണ്ടാക്കി തന്നത് അത് ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയാണ്. ഷാംസ മനാദന രഭന രികാലി ഘടകദബക ശന്തലെ. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത് നിൽക്കുന്ന സമയത്ത് കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി നാം പറയുമ്പോൾ, ഇതുപോലെ തകർന്ന കുടുംബ ബന്ധങ്ങൾ, അതായത് തകർച്ചകളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ, ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളോടൊക്കെ ആത്മാവിൽ അടിയൻ തിരിച്ചറിഞ്ഞൊരു ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു വ്യക്തിയെ പോലും ഹല്ലേലൂയ കർത്താവ് ലജ്ജിപ്പിച്ചിട്ടില്ല. തിരുവചനം പറയുന്നു, അവന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കിയ ഒരു വ്യക്തി ജീവിതം പോലും മറ്റുള്ളവരുടെ മുൻപിൽ മുട്ട് മടക്കാൻ കർത്താവ് സമ്മതിക്കത്തില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ വിശ്വാസത്തിന്റെ ശോധനയിലൂടെ കടന്നു പോകുമ്പോൾ ഷീംസ മനാദന രഭന രികാലി ഘടകദബക ശന്തലെ സേക്കമാന റീഖബാന ദീകഷാദി റൂമദാരി സന്തരാമ ദേരസൂര ധീരധാര സന്തരാമ ദേരസൂര. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സൂം പ്ലാറ്റ്ഫോമിൽ ചില വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. നിങ്ങളുടെ കുടുംബജീവിതം തകർച്ചയിലാണോ? ഭാരപ്പെടേണ്ട. കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ നമ്മുടെ തല എവിടെയെങ്കിലും ഒന്ന് കുനിക്കാനുണ്ടെങ്കിൽ, കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ തല കുനിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ, വിവാഹ ജീവിതത്തിലായിക്കോട്ടെ, ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, ആ തല എന്നേക്കും കുനിഞ്ഞിരിക്കാൻ കർത്താവ് ഒരിക്കലും സമ്മതിക്കത്തില്ല. നമ്മുടെ കുടുംബജീവിതത്തെ പണിയുവാൻ, ഭാര്യാഭർത്തൃ ബന്ധത്തെ പണിയുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. നമ്മുടെ തല ഉയർന്നു കഴിയുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ നാം ഒരു സാക്ഷിയായി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ യേശുവിനെ നാം ഉയർത്തി കാണിക്കുമ്പോൾ, നമ്മുടെ കർത്താവിനെ നാം പുകഴ്ത്തുമ്പോൾ, അത് മറ്റുള്ളവർക്കൊരു ബലമാകാം, പ്രചോദനമാകാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതൊക്കെ പറയാനല്ല ഞാനിവിടെ വന്നത്, പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളെ വിവേചിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം തരുന്ന ദൂതുകളാണ് നിങ്ങളുടെ മധ്യത്തിലേക്ക് ഇടുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പം മറ്റുള്ളവരെ കൂടെ നമ്മൾ സേവിക്കുന്ന ഈ സർവശക്തനായ ദൈവത്തെ സേവിപ്പാൻ, നമ്മൾക്ക് ദൈവനാമ മഹത്വത്തിനായി മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് നാം സാക്ഷ്യം പറയുമ്പോൾ, അത് ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ പുകഴ്ത്തുവാൻ കാരണമാകും. മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഒരുപക്ഷെ ഞാൻ കടന്നുപോയ അത്രത്തോളം അതിനേക്കാൾ തീവ്രതയിലുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ യേശുപ്പച്ചന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി നമ്മുടെ കുടുംബജീവിതത്തെ, തലമുറകളെ, പ്രിയപ്പെട്ടവനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ പണിയുവാൻ കർത്താവ് ഒരുവനെ പണിയുന്നത് ആദ്യമേ തകർച്ചയിലൂടെ ആയിരിക്കും. പ്രിയ ദൈവമക്കളെ, അല്ലാതെ ചുമ്മാതെ നിന്നുകൊണ്ട് ആരെയും കർത്താവ് പണിയത്തില്ല. ഒരുവൻ തകർച്ചയിലൂടെ പോകുന്നുണ്ടെങ്കിൽ അവനെ ദൈവം പണിയാനാണ്. കർത്താവ് ഒരുവനെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ ഷീംസ മനാദന രഭന രികാലി ഘടകദബക ശന്തലെ സീതനധാര റുഖാനബ രികല ഡിഖാദിബക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം.
സ്തോത്രം. ഒരു ഉടഞ്ഞ മൺപാത്രം പോലെയാണോ നിങ്ങൾ ഇന്ന് ഭാരപ്പെടേണ്ട? ആ മൺപാത്രത്തെ കുശവനാകുന്ന യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ പണിയുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് പണിത് കർത്താവിന് ഉതകുന്ന രീതിയിൽ ഹാലേലുയ ഒരു മാനപാത്രമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ നിൽപ്പാൻ കർത്താവ് നമ്മളെ ഹാലേലുയ അതിനുള്ള കൃപ നമുക്ക് തരും. ഇന്ന് പകൽക്കാലം യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമ്മളുടെ ഏതവസ്ഥയിലൂടെയാണോ നമ്മൾ കടന്നു പോകുന്നത്, തകർന്ന് തരിപ്പണമായ ഒരു ജീവിതത്തിൽ നിന്നാണ് എന്നെ ആദ്യം കർത്താവ് ഉടച്ച് നിരപ്പാക്കി പണിയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ ഞാൻ ഒന്നുമില്ലെന്നും എൻ്റെ മക്കളെക്കാൾ പ്രിയപ്പെട്ടവനേക്കാൾ ഒക്കെ വലുത് എൻ്റെ യേശു കർത്താവാണെന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ ആ ഒരു കംപ്ലീറ്റ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വഴക്കും, ഒരു ദിവസം പോലും സമാധാനത്തോടെ ഭവനത്തിൽ കിടന്നിട്ടില്ല. അതെന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ ബാധിച്ചു, എൻ്റെ ജീവിതത്തെ ബാധിച്ചു, ഫാമിലി ലൈഫിനെ എല്ലാ രീതിയിലും തകർന്നു കഴിഞ്ഞപ്പം എനിക്ക് പിടിച്ചു നിൽപ്പാൻ ഒരു മാർഗ്ഗമില്ല. സമാധാനം എന്തെന്നറിയാതെ, സന്തോഷം എന്തെന്നറിയാതെ ജീവിച്ച കാലഘട്ടത്തിൽ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അപ്പൻ എന്നെ പണിയാൻ തുടങ്ങി. ഒരു വ്യക്തിയെ കർത്താവ് നമ്മൾ തകരുവാന്ന് നമ്മൾ തോന്നുവാണെങ്കിൽ ശംസ മനാദന രപന രിഖാലി ഘടകഥപക ശന്തലി സൂദനധരകാലി ഘാടികഥപക ശന്തല രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പന്റെ കരത്തിലോട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. കർത്താവേ ഞാൻ ഒന്നുമില്ല ഏതുമില്ല എന്ന് പറഞ്ഞ് യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അപ്പൻ നമ്മളെ പണിയാൻ തുടങ്ങും. നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവനെ ഒക്കെ പണിത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷിയായി നിൽപ്പാൻ എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ സൂമിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു തകർന്ന അവസ്ഥയിലാണോ ഇന്ന് നിങ്ങൾ നിൽക്കുന്നത്? ഭാരപ്പെടേണ്ട. അപ്പന്റെ കരത്തിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ദൈവം പണിയാൻ തുടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാനപാത്രമാക്കി നിർത്താൻ ദൈവം വിശ്വസ്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത്തെ കാര്യം ഈ സങ്കീർത്തനക്കാരൻ ചെയ്തത് മറ്റുള്ളവരെ കൂടെ ക്ഷണിക്കുകയാണ് ദൈവത്തെ പുകഴ്ത്തുവാൻ. Psalms 34:3. അപ്പൊ എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുക. ഹല്ലേലൂയ, സ്തോത്രം. ഇത് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇതൊരു ആപ്തവാക്യമാക്കി നാം എടുക്കണം. ഹല്ലേലൂയ. ഇതൊരു മാതൃകയാണ്. അതായത് ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽപ്പെട്ട് നാം ഉഴലുന്ന സമയത്ത് ദൈവം നമ്മെ വിടുവിച്ച് കഴിയുമ്പോൾ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മറ്റുള്ളവരെ കൂടി നാം വിളിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ശംസ മനാദന രപന രിഖാലി ഘടകഥപക ശന്തലി. വിശിഷ്യ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർ, നമുക്ക് വേണ്ടി ഇടിവിൽ നിന്നവർ, നമ്മൾ ഈ തകർച്ചയുടെ സമയത്ത് നമ്മൾ കടന്നു പോകുന്ന ആ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ചിലപ്പോൾ കൂട്ടുകാർ പോലും നമ്മളെ തള്ളി പറഞ്ഞു വരാം. ആരും വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല. ഈ ഒരു അനുഭവത്തിലൂടെ എല്ലാം ഞാൻ പോയതാ. കാരണം അന്ന് പ്രാർത്ഥിക്കാനോ ദേവദാസന്മാരെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഞാൻ 1-2 പേരെയൊക്കെ പേരെടുത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് അങ്ങനെ നാട്ടിൽ ആരെയും പരിചയമില്ലായിരുന്നു. പക്ഷെ ഗൂഗിളിൽ കൂടെയൊക്കെ നോക്കി ഞാനൊരു ദേവദാസനെ വിളിച്ചു. ഇങ്ങനെ ടെസ്റ്റിമോണീസ് ഒക്കെ വായിച്ച സമയത്ത് ഞാൻ ഓർത്തു ഒത്തിരി ദൂതമൊക്കെ പറയുന്ന ഒരു പ്രോഫറ്റ് ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിച്ചതാ. അവർക്ക് അറിയേണ്ടത് ഞാൻ അമേരിക്കയിൽ എത്ര നാളായി വന്നിട്ട് ഇവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, ശമ്പളം എത്രയുണ്ട്, ഇതൊക്കെയാണ്. ഞാൻ ഒട്ടും കള്ളം പറയുമല്ല, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയാം. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവേ, ഇത് നമ്മൾ തകർന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ അന്നേരത്തെ ആ വേദന എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ വിഷമിച്ച് നമ്മൾ ആരെങ്കിലും പ്രാർത്ഥനയ്ക്കായി വിളിക്കുമ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ നമ്മളോട് ചോദിക്കുന്നത്, പ്രിയ ദൈവമക്കളെ. എന്നാൽ യേശുപ്പച്ചൻ ഒരിക്കലും നമ്മളോട് ചോദിക്കത്തില്ല ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ. നമ്മൾ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ യേശുപ്പച്ചന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ നാം അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അവൻ നമ്മുടെ അടുത്തേക്ക് വരുമെന്ന തിരുവചനം പറയുന്നത്. ഇന്ന് പകൽക്കാലം നിങ്ങളെ വിളിച്ചിട്ട്, നിങ്ങൾ ദേവദാസന്മാരെയോ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ലേ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ലേ? ഇടിവിൽ നിൽക്കാൻ ആരുമില്ലേ? അപ്പന്റെ സന്നിധിയിൽ അടച്ചിട്ട മുറിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ യേശുപ്പച്ചൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരും, നമ്മളോട് സംസാരിക്കാൻ. ഹല്ലേലൂയ, സ്തോത്രം. നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ എൻ്റെ ജീവിതത്തിലെ അനുഭവമാണ്. കാരണം ഞാൻ ആ സമയത്തൊക്കെ എനിക്കൊരു എനിക്ക് അങ്ങനെ ആരെയും പരിചയമില്ല. വിളിച്ചവരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാ ചോദിച്ചത്. ഒടുവിൽ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി. അപ്പൻ നമ്മളോട് വർത്താനം പറയും. ഹല്ലേലൂയ,
സ്തോത്രം. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവം എന്നോട് സംസാരിച്ചു എന്നൊക്കെ നമ്മൾ തിരുവചനത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊക്കെ സാധ്യമാ പ്രിയ ദൈവമക്കളെ. ഹാലേലൂയ. കർത്താവ് നടക്കുന്ന കാര്യങ്ങൾ, ഹാലേലൂയ സ്തോത്രം. ഷീംസ മനാദന രപനാരി കാലി കടകദബക ശന്തലെ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. ഞാൻ എന്റെ ജീവിതത്തിലെ ഒരു ചെറിയ, ഞാനിത് ഈ സൂമിലാണോ ഞാൻ പറഞ്ഞു നിർത്തില്ല, എന്റെ രണ്ടാമത്തെ മോളെ പറ്റിയുള്ള ഒരു സാക്ഷ്യമാ. എന്റെ കുഞ്ഞുങ്ങൾ ഈ കോവിഡിന്റെ സമയത്ത് രണ്ടാമത്തെ മോള് ഞങ്ങൾ കടന്നു പോകുന്ന ആ പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് അവൾക്കൊരു എക്സ്ട്രാ ട്യൂഷൻ കൊടുക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ മാർക്ക് കുറഞ്ഞ സമയത്ത് ഞാൻ പിള്ളേരോട് എപ്പോഴും പറയും, നമ്മൾ ജീവിതത്തിൽ മുന്നേറണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ എപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ പറയാതെ നമ്മളെ കൊണ്ട് കഴിയുന്നത്ര രീതിയിൽ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പം കോവിഡിന്റെ സമയത്ത് അവൾക്ക് ഇങ്ങനെ എന്താ പറയാ, അവളൊരു ഓഡിയോ വിഷ്വൽ ലേണർ. അപ്പൊ ക്ലാസ്സിൽ പോയി ഇരുന്നാൽ മാത്രമേ അവള് ശ്രദ്ധിക്കുകയൊക്കെ ചിലപ്പോൾ ഈ കോവിഡ് അവളുടെ ജീവിതത്തിൽ അവളുടെ ആ സ്റ്റഡീസിനെ ഒത്തിരി ബാധിച്ച ഒരു സമയമായിരുന്നു അവൾക്ക്. നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് 12th ഗ്രേഡ് കഴിയുമ്പോഴാണ് നമ്മൾ കോളേജിലേക്കുള്ള അഡ്മിഷനൊക്കെ വാങ്ങുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 11th ഗ്രേഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ കോളേജ് അഡ്മിഷനൊക്കെ എടുക്കും. 12th ഗ്രേഡിന്റെ ഫസ്റ്റ് സെമസ്റ്ററും കൂടെ ഉള്ള മാർക്കിനെ ബേസ് ചെയ്താണ് നമ്മൾ 11th അഡ്മിഷൻ എല്ലാം നമ്മൾ കോളേജിലേക്കുള്ളത് ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവക്ക് ഒരു സബ്ജക്റ്റിന് ഒത്തിരി മാർക്ക് കുറഞ്ഞു പോയി. ഇപ്പൊ വീട്ടിൽ പറയാൻ പേടിയായിട്ട് ഇവള് എന്താ പറയാ, അവള് മരിക്കാനായിട്ട്, അതായത് കൈ മുറിക്കാനായിട്ട് തീരുമാനിച്ചു. ഞാൻ താഴെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് പറയുന്നതല്ലാതെ, അതായത് രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദാനിയേലിന്റെ ദൈവം ഉണ്ടെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവമക്കളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, നടക്കുന്ന കാര്യങ്ങൾ, കഴിഞ്ഞകാല കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞു തരാൻ, വ്യക്തി ജീവിതങ്ങളെ വിവേചിപ്പാൻ, ഇതിനൊക്കെ കർത്താവ് നമുക്ക് അതിനുള്ള കൃപ തരും. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി ആ സമയത്തൊക്കെ ആരും പ്രാർത്ഥിക്കാനായിട്ട് എനിക്കൊരു കൂട്ടായ്മയ്ക്ക് പോകാനോ ഇങ്ങനെയുള്ളൊരു സ്വാതന്ത്ര്യം ഒന്നുമില്ല. ആരെയും വിളിക്കാനോ ഇതിനൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ദൈവത്തിന്റെ സന്നിധിയിൽ ആ സമയത്തൊക്കെ ഞാൻ ഫാസ്റ്റിങ്ങിലായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ കർത്താവ് എന്നോട് പറഞ്ഞു, യേശുപ്പിച്ച പറഞ്ഞു, മേളിൽ ചെന്ന് രണ്ടാമത്തെ മോളുടെ പേര് മേരി എന്നാ, അവളുടെ റൂമിൽ ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്കും ഇവള് എന്താ ഫ്രസ്ട്രേഷൻ കൊണ്ടാണോ പഠിക്കാനുള്ള ഒത്തിരിയും സ്ട്രെനുവസ് ആയിട്ടുള്ള ടീഡിയസ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആയതുകൊണ്ടാണോ അറിയില്ല, അവളുടെ റൂമൊക്കെ ഒരുപാട് മെസ്സിയായി കിടക്കുമായിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. എനിക്ക് ഇച്ചിരി OCD ഉള്ളതുകൊണ്ട് റൂം എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ ഉള്ള കാര്യത്തിലൊക്കെ ഞാൻ ഇച്ചിരി നിർബന്ധ ബുദ്ധിക്കാരിയാണ്. അപ്പൊ ഞാൻ ഇവളുടെ റൂമെല്ലാം ക്ലീൻ ചെയ്തപ്പോ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, നീ അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു. ഇവളിച്ചിരി വെള്ളം എടുക്കാനായിട്ട് താഴത്തോട്ട് പോയ സമയത്ത് ഇവളുടെ പില്ലോ പൊക്കാൻ പറഞ്ഞു എന്നോട്. ഞാൻ പില്ലോ ലിഫ്റ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു കത്തി ഇരിക്കുന്ന കണ്ടു. രാത്രി ഒരു 10:30 മണിയായി കാണും. ഞാൻ ഈ ഫോണും കൊണ്ട് ഓടി. ഞാൻ ഓർത്തു, എന്റെ ദൈവമേ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഫോൺ എടുത്തുകൊണ്ട് ഈ കത്തിയും പിടിച്ച് ഞാൻ വെളിയിൽ ഇറങ്ങി. രാത്രി 10:30 മണിയാ. എനിക്ക് ആരെ വിളിക്കണമെന്ന് അറിയത്തില്ല. ഞാൻ ഇടയ്ക്കൊക്കെ വിളിക്കുന്ന ഒരു ദേവദാസനെ, പുള്ളിക്കാരനെ ഞാൻ വിളിക്കാൻ ഇട വന്നു. ആ നോർമൽ കേസിൽ എനിക്ക് തോന്നുന്നു ദേവദാസന്മാരൊന്നും ഇങ്ങനെ സൺഡേ ഏർലി മോർണിംഗ്, നാട്ടിലത്തെ സമയം സൺഡേ മോർണിംഗ്, അവരൊന്നും ഫോൺ എടുക്കാറില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഈ പാസ്റ്റർ പ്രത്യേകിച്ച് എടുക്കത്തില്ല. അപ്പൊ അന്നേരം പുള്ളിക്കാരൻ എടുക്കാൻ ഇട വന്നു. അപ്പൊ എന്നോട് ചോദിച്ചു, വീട്ടിലെല്ലാവരും ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ. അപ്പൊ പാസ്റ്റർ ഇങ്ങോട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലൊരു മരണം നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു, എന്താ അവിടെ സംഭവിച്ചതെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ ഉണ്ടായ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ദൈവത്തോട് അപ്പൊ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് നിങ്ങളുടെ മുഖമായി എനിക്ക് എന്റെ മുന്നിലേക്ക് വന്നത്, ഭവനത്തിൽ വലിയൊരു ആപത്ത് നടക്കുന്നതായിട്ട് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. പാസ്റ്റർ ഉടനെ പ്രാർത്ഥിച്ച് വെച്ചു. ഞാൻ എന്റെ മോളോട് ഞാൻ പറഞ്ഞു, നിനക്ക് മുട്ട കിട്ടിയാലും സാരമില്ല മമ്മ, ഒന്നും പറയത്തില്ല. പക്ഷെ ജീവൻ എന്ന് പറയുന്നത് കർത്താവ് തന്നാണ് നമുക്ക് തന്നത്. അതിനെ എടുക്കാൻ നമുക്കൊരു അധികാരവുമില്ല. പ്രിയ ദൈവമക്കളെ, ഇതുപോലുള്ള ചെറിയ, ഇതെന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു കർത്താവ് എന്നോട് അന്നേരം പറഞ്ഞില്ലെങ്കിൽ ഇവൾ എന്തും ചെയ്തേനെ. പക്ഷെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ പോലും തരാൻ ദൈവം വിശ്വസ്തനാണെന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ ഹാലേലൂയ ശാംസ മനാദന രപനാരി കാലി ഘടകഥപകശന്തലേ, ഹാലേലൂയ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരുവാൻ എന്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൻ ഞാൻ അവനെ
അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൂതുകൾ പറയാനോ ആലോചനകൾ പറയാനോ പ്രവചിക്കാനോ ആരുമില്ലെന്നുള്ളൊരു ചിന്തയാണോ? നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി മടക്കി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി ഹല്ലേലൂയ ദൂതുകളും ആലോചനകളും തരും. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ഒരു വിശ്വസ്തതയാ. കാരണം നമുക്ക് ആരുമില്ലെന്നൊരു തോന്നലുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾക്കും എനിക്കും ഉണ്ടെങ്കിൽ, യേശുപ്പച്ചന്റെ സന്നിധിയിൽ പറ, അപ്പാ ഞാൻ ഒറ്റപ്പെട്ടവളാണ്, എനിക്ക് വേണ്ടി സംസാരിക്കാനോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൂത് പറയാനോ ആരുമില്ല. എന്നാൽ ഈ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം, ദാനിയേലിന്റെ ദൈവം എന്റെയും നിങ്ങളുടെയും ദൈവമാണ്. അപ്പന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി വരുവാനുള്ള കാര്യങ്ങൾ, നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ രാവിലെ നമ്മുടെ മക്കളും പ്രിയപ്പെട്ടവനും ഒക്കെ ജോലിക്കും സ്കൂളിലും ഒക്കെ പോകുമ്പോൾ അവരെങ്ങോട്ടാ പോകുന്നത് ഇതൊന്നും നമുക്കറിയത്തില്ല, അല്ലെ? ഇപ്പം എല്ലാരും പറയും ഫോണിന് ഫോൺ ട്രാക്കർ ഉണ്ടെന്ന്. ഇന്നത്തെ പിള്ളേർ നമ്മളെക്കാട്ടിലും മിടുക്കരാ. അവര് വേണമെങ്കിൽ ഫോൺ ഒരിടത്ത് വെച്ച് അവർ വേറെ ഒരിടത്തോട്ടും പോകും. പക്ഷേ യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്. ആകുന്നവയും ആകാത്തവയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുമ്പോൾ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദാനിയേലിന്റെ ദൈവം എന്റെയും നിങ്ങളുടെയും അടച്ചിട്ട മുറിക്കുള്ളിൽ ഇറങ്ങി വരുവാൻ അവൻ സർവശക്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ആ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തെ അറിയുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് മുഴങ്കാൽ മടക്കി ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മളുടെ ഭൂതവും ഭാവിയും ഇതിനൊന്നും അറിയാനായിട്ട് നമ്മളൊരു പ്രവാചകനെ നമ്മൾ വിളിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷേ നമ്മുടെ ചില വിഷയങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റത്തില്ല. ആ ഒരു സമയത്ത് രഹസ്യങ്ങളെ നമുക്ക് വേണ്ടി മാത്രം വെളിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇറങ്ങി വരുവാൻ അവൻ വിശ്വസ്തനായിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രണ്ടാമതായി സങ്കീർത്തനക്കാരൻ നമുക്ക് പറഞ്ഞു തന്നത്, പ്രശ്നങ്ങളിൽ നിന്ന് അവൻ പുറത്തു വന്നപ്പോൾ ഈ വിഷയം തന്നെ കൂടുതൽ പ്രകാശിതനാക്കി എന്ന് തിരുവചനം പറയുന്നു. Psalms 34:5. ഹല്ലേലൂയ. ഇവിടെ തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ്: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്ന്. ലജ്ജിച്ചു പോകുകയില്ല എന്നല്ല, ലജ്ജിച്ചു പോയതുമില്ല എന്നാണ് ഈ വാക്യം പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ അത് തന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ താൻ വലിയൊരു വിഷയത്തിൽ അകപ്പെട്ടുവെങ്കിലും അവന്റെ മുഖം ലജ്ജിച്ചു പോകുവാൻ കർത്താവ് ഇടയാക്കിയില്ല. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേലിന്റെ രാജാവ് ആകപ്പാട് ലജ്ജിച്ചു പോകാമായിരുന്നു. എന്നാൽ ഈ വിഷയം തന്നെ പ്രകാശിതനാക്കി എന്ന് തിരുവചനം പറയുന്നു. ഹല്ലേലൂയ. അപ്പൊ പ്രിയ ദൈവമക്കളെ, എനിക്കും നിങ്ങൾക്കും വിഷയങ്ങൾ അനവധി വരാം. എന്നാൽ എവിടെയും ലജ്ജിപ്പിക്കാത്ത ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊരു വിഷയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രകാശം കൂടുകയുള്ളൂ. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വിഷയത്തിന്റെ മധ്യത്തിൽ ഭാരത്തോടെയോ പ്രയാസത്തോടെയാണോ നിങ്ങൾ ഇരിക്കുന്നത്, അപ്പന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രിയ ദൈവമക്കളെ, ശുശ്രൂഷയുടെ മുഖത്ത് നിങ്ങൾ അപമാനിക്കപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിലാണോ? ഹല്ലേലൂയ, സ്തോത്രം. ശുശ്രൂഷ മുന്നോട്ട് പോകുവാൻ പറ്റാത്ത രീതിയിൽ ഒരു പ്രതിസന്ധിയിൽക്കകത്ത് നിങ്ങൾ പെട്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. എന്നെ ആരും ശുശ്രൂഷയ്ക്ക് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പലരും നിർത്തിയിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാണോ? സഭയിൽ നിങ്ങൾക്ക് ആവശ്യമാർന്ന രീതിയിലുള്ള ഹല്ലേലൂയ, സ്തോത്രം, ശംസ മനാദന രഭന അരികാലി ഘടകതപക ശന്തലെ സൂതരതല കാടികാതിപക ശന്തല ശുശ്രൂഷയ്ക്ക് നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് കർത്താവിന്റെ സന്നിധിയിൽ അധ്വാനിക്കാൻ നമ്മൾ തീരുമാനമെടുത്ത് ദൈവത്തിന്റെ പാദപിടുത്തത്തിൽ അമർന്നിരിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, സ്തോത്രം, ശുശ്രൂഷ തരുന്നത് കർത്താവാണ്. നമ്മൾ എവിടെ എപ്പോൾ എങ്ങോട്ടൊക്കെ പോകണമെന്നൊക്കെ തീരുമാനിക്കുന്നത് കർത്താവാണ്. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ, സ്തോത്രം, നാം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വിശ്വസ്തനാണ്. ഇന്ന് ഹല്ലേലൂയ, ലോകരാജ്യങ്ങളിൽ നമ്മളെ ഓടിക്കുവാൻ ഞാൻ എന്റെ സാക്ഷ്യം പറയുവാണെങ്കിൽ, ഇങ്ങനെ വചനമൊക്കെ പറയുമെന്നോ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമെന്നോ ഒന്നും ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ച കാര്യങ്ങളല്ല. പക്ഷേ എന്റെ കർത്താവിന്റെ ആ ഒരു വിളി അടിയന്റെ മേൽ ഉണ്ടായതുകൊണ്ട് ഇപ്പൊ ഞാൻ എവിടെയും ഒരു ഫ്ലെക്സ് വെക്കോ അല്ലെങ്കിൽ ഞാൻ എന്നെ ശുശ്രൂഷിപ്പിക്കാമോ എന്ന് ഒരിടത്തും ചോദിച്ചിട്ടില്ല. കർത്താവിന്റെ കൃപയാൽ ഇന്നീ നിമിഷം വരെയും ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിശ്വസ്തയോടെ പറയുകയാണ്. ഒരു സൂമിൽ നിന്ന് അടുത്ത സൂമിലോട്ട്, അവിടെ കയറിയിരിക്കുമ്പോൾ ആരെങ്കിലും എന്നെ വിളിക്കും, അങ്ങനെയാണ് അടുത്ത സൂമിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഗൂഗിൾ മീറ്റിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇൻ പേഴ്സൺ പ്രയർ മീറ്റിങ്ങിന് പോകുന്നത്. ഇതൊക്കെ നമ്മൾ ശുശ്രൂഷ തരുന്നത് കർത്താവാണ്. ആ നമ്മളുടെ മേൽ ആ വിളിയുണ്ടോ? നമ്മളെ ആരും നമുക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി ആരും റെക്കമെൻഡ് ചെയ്യാനില്ലെങ്കിലും ദൈവം നമ്മളെ കൊണ്ടെത്തിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നിടത്തൊക്കെ എവിടൊക്കെ പോകണമെന്ന്, ലോകരാജ്യങ്ങളുടെ വാതിൽ
ഇന്ന് നിന്റെ മുന്നിൽ അടഞ്ഞിരിക്കുകയാണോ? ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് വേണ്ടി വിസ ഒരുക്കി തരുവാൻ, നമുക്ക് വേണ്ടി ഹാലലുയ സ്തോത്രം ശാംസ മനാദന രപനാരി കാലി ഘടകതപക ശന്തലെ സൂതരതലകാടി കാതിപക ശന്തല രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ബുക്ക് ചെയ്ത് വ്യക്തിജീവിതങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിച്ച് അവർ രാത്രിയുടെ യാമങ്ങളിൽ അവർക്ക് സ്വസ്ഥത കൊടുക്കാതെ നമ്മളെ വിളിച്ച് നമ്മളെ കൊണ്ടുപോകുവാൻ എന്റെ ദൈവം വിശ്വസ്തനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ അങ്ങനെ ഒരു ഭാരത്തിൽ ഇരിക്കുവാണോ? എനിക്ക് ശുശ്രൂഷയ്ക്ക് ഇറങ്ങണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ കർത്താവെ എന്റെ കയ്യിൽ പണമില്ല, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്തയിലാണോ നിങ്ങൾ ഇരിക്കുന്നത്? ആത്മാവ് വ്യക്തി ജീവിതങ്ങളെ വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പന്റെ കരത്തിലേക്ക് നമ്മൾ വിശ്വസ്തരായി നിൽക്കുകയാണെങ്കിൽ ദൈവം ഹാലലുയാ സ്തോത്രം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവിന്റെ വചനം പറയുന്നു, അവൻ പ്രവർത്തിക്കും, ആർത്തടുക്കും. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയാ സ്തോത്രം. സാക്ഷ്യം പറയാനായിട്ട് നിങ്ങൾ അനേകിടങ്ങളിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. അവൻ പ്രവർത്തിക്കും, ആർത്തടുക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമതായി സങ്കീർത്തനക്കാരൻ പറയുന്നത്, ശാംസ മനാദന രപനാരി കാലി ഘടകതപക ശന്തലെ എളിയവന്റെ നിലവിളി കേൾക്കും എന്ന് ഗ്രഹിച്ചു. സാംസ് 34:6. അപ്പൊ ദാവീദിന്റെ ഈ തിക്താനുഭവത്തിൽ ഉണ്ടായ സംഭവങ്ങൾ, അപ്രതീക്ഷിതമായ അകപ്പെടലിൽ അതായത് ആരും ആ സമയത്ത് തന്റെ കൂടെ ഇല്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായതായി ആരും അറിഞ്ഞില്ല. ഹല്ലേലൂയ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തന്റെ കൂടെ പ്രാർത്ഥിക്കാൻ പോലും ആരുമില്ലായിരുന്നു. ശാംസ മനാദന രപനാരി കാലി ഘടകതപക ശന്തലെ. അതായത് ദാവീദ് എപ്പോഴും പറയാറില്ലേ, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടുവെന്ന്. ഹല്ലേലൂയ. അപ്പോൾ ഇത്ര വലിയ വിഷയത്തിൽ അകപ്പെട്ടപ്പോൾ ദാവീദിന് ഒരു കാര്യം ഉറപ്പായിട്ട് മനസ്സിലായി, ഈ എളിയവൻ നിലവിളിച്ചാലും ദൈവം കേൾക്കുമെന്ന്. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ആരും പ്രാർത്ഥിക്കാനില്ല എന്നുള്ള ചിന്താഗതിയിലാണോ? ദാവീദ് പറയുന്നു, ഈ എളിയവൻ നിലവിളിച്ചാലും കർത്താവ് കേൾക്കുമെന്ന്. ഇന്ന് നമ്മുടെ ഒരു നെടുവീർപ്പുകളെ പോലും മനസ്സിലാക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ചിലപ്പം നല്ലപോലെ പ്രാർത്ഥിക്കാൻ കഴിവുണ്ടായിരിക്കത്തില്ല, വചനം അറിയത്തില്ലായിരിക്കും. എനിക്ക് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. ഈ സങ്കീർത്തനമൊക്കെ അതിലുള്ള കൊച്ചു കൊച്ചു പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ചായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ. ആദ്യ കാലങ്ങളിലൊക്കെ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്ന കാണുമ്പോൾ എനിക്ക് കൊതിയായിരുന്നു, ദൈവമേ അതുപോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. ഞാൻ എഴുതി വെച്ച് ഈ സങ്കീർത്തനത്തിൽ നിന്നൊക്കെ കൊച്ചു കൊച്ചു പ്രാർത്ഥനകളൊക്കെ എഴുതി വെച്ച് അങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ ആദ്യ കാലഘട്ടത്തിൽ പഠിച്ചത്. പക്ഷേ പ്രിയ ദൈവമക്കളെ, എളിയവരായ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോഴും കേൾക്കാൻ സ്വർഗം എപ്പോഴും തുറന്നിരിക്കുക. നമ്മുടെ നെടുവീർപ്പുകളെ പോലും നമ്മുടെ കണ്ണുനീരിനെ പോലും ഹല്ലേലൂയ മാനിക്കുന്ന ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഷീംസ മനാദന രപനാരി കാലി ഘടകതപക ശന്തലെ. നമ്മുടെ കണ്ണുനീരിനെ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന സർവശക്തനായ ദൈവം. ഹല്ലേലൂയ. എളിയവരുടെ പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ ദൈവം എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥന കേൾക്കുവാൻ, നമ്മുടെ വിഷയം എന്തുമായിക്കോട്ടെ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ തിരുവചനം പറയുന്നത്, കടുകുമണിയോളം നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഈ മലയോട് കടലിൽ ചാടി പോവുക എന്ന് പറഞ്ഞാൽ അത് ചാടി പോകുമെന്നാണ് തിരുവചനം പറയുന്നത്. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ നെടുവീർപ്പുകൾ, കണ്ണുനീര് ഒക്കെയും കാണുന്ന ഒരു കർത്താവുണ്ട്. ഇനി ഏത് വിഷയത്തിന്റെ മധ്യത്തിലാണോ ഞാനും നിങ്ങൾ നിൽക്കുന്നത്, അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ എന്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എളിയവരായ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആ പ്രാർത്ഥന കേൾക്കുമെന്ന് ദൈവം തെളിയിക്കും. നമ്മുടെ നാളുകളിൽ സമനഗതപക ശന്തലെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിന്ന് അനേകർ സാക്ഷ്യം പറയത്തക്ക രീതിയിൽ കർത്താവ് ഇടയാക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാലാമതായി, ഈ വിഷയം ദൈവത്തെ രുചിച്ചറിയുവാൻ ഇടയാക്കി. എന്റെ ദൈവത്തിന് സ്തോത്രം. സാംസ് 34:8. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു വേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ നിർബന്ധിക്കുന്ന ഒരു വാക്യമാണ്. ഹല്ലേലൂയ. ദാവീദ് പറയാണ്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിയണമെങ്കിൽ നമ്മുടെ വിഷയങ്ങളിലൂടെ മാത്രമേ നമ്മൾ രുചിച്ചറിയത്തുള്ളൂ, അല്ലേ? ചില സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷന് വേണ്ടി ഒരു വഴിയും കാണാതെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുന്ന സമയത്തൊക്കെയും ഹല്ലേലൂയ ഒരു വഴി തുറന്ന് കിട്ടുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയാറില്ലേ, ഈ പ്രശ്നത്തിലൂടെ എന്റെ ദൈവത്തെ എനിക്ക് രുചിച്ചറിയുവാൻ ഇടയായെന്ന്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഒരു ദൈവത്തെ രുചിച്ചറിയുവാൻ ഹല്ലേലൂയ മറ്റാർക്കും ലഭിച്ചിട്ടില്ലാത്ത കഷ്ടതകൾ
കഷ്ടതകളോ പ്രയാസങ്ങളോ അതിന്റെ മധ്യത്തിലാണോ നിങ്ങൾ ഇന്ന് നിൽക്കുന്നത്? എന്നാൽ നാളുകളിൽ അതിനൊരു മറുപടി ലഭിക്കുന്ന സമയത്ത് നമ്മൾ അപ്പനോട് നമ്മൾ പറയത്തില്ലേ, ഹാലേലുയ, ഈ പ്രതിസന്ധിയിലൂടെ, ഈ പ്രതികൂല സാഹചര്യത്തിലൂടെ എൻ്റെ സർവശക്തനായ ദൈവത്തിന്റെ ആ സ്നേഹം, ആ കരുതൽ, ഹാലേലുയ, ഇതൊക്കെ രുചിച്ചറിയുവാൻ എൻ്റെ ദൈവം ഇടയാക്കിയെന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലുയ. ഇന്ന് വല്ലാത്ത വിഷയങ്ങളിൽ അകപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതമാണോ? യഹോവ നല്ലവരെന്ന് രുചിച്ചറിയുവീനെന്ന് ദാവീദ് നമ്മളോട് ആഹ്വാനം ചെയ്യുന്നത് പോലെ ഈ വിഷയവും ഹാലേലുയ, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ ശന്തലെ, ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലാണോ ഇന്ന് നിങ്ങൾ നിൽക്കുന്നത്? വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഷാംസ മനാദന രപനാരി കാലികടകതപക ശന്തലെ, അത് താണ്ടി കഴിയുമ്പോൾ യഹോവ നല്ലവനെന്ന് ഞാൻ രുചിച്ചറിയുമെന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ കർത്താവ് ഇടയാക്കിയ കൃപയ്ക്കായിട്ട് എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലേലുയ. അഞ്ചാമതായി ദൈവിക സംരക്ഷണത്തെക്കുറിച്ചൊരു ഉറപ്പ് കിട്ടിയതായി സാംസ് 34:7 പറയുന്നു. അപ്പം ആകീശ് ദാവീദിനെ തന്റെ അരമനയ്ക്കകത്തിട്ട് ചുട്ടുകരിച്ച് കൊന്നുകളഞ്ഞാൽ, ഹാലേലുയ, സ്തോത്രം, ഒരുപക്ഷെ ആരും ചോദിക്കാനും പറയാനും ഒന്നും കാണത്തില്ലായിരിക്കും. പക്ഷേ ദാവീദ് ദൈവത്തിന്റെ ആയതുകൊണ്ട്, ഹല്ലേലൂയ, സ്തോത്രം, ദൈവദൂതന്മാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ദാവീദിനെ രക്ഷിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. അപ്പം ദാവീദിന് മനസ്സിലായി ദൈവത്തിന്റെ സംരക്ഷണ തനിക്ക് കിട്ടിയെന്ന്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ശാംസ മനാദന രപനാരി കാലി കടകതപക ശന്തല, നമ്മുടെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നമ്മൾ ദൂതന്മാരെ വെച്ച് നമ്മളെ കാവൽ ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വചനങ്ങളൊക്കെ സത്യമാണ് ജീവിതത്തിൽ. ഹാലേലൂയ. ഷിംസ മനാദന രപനാരി കാലി കടകതപക ശന്തലെ, ഹാലേലൂയ. പറയാനാണെങ്കിൽ ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട്. ഇത് എൻ്റെ രണ്ടാമത്തെ മോളി കഴിഞ്ഞ ആഴ്ച 3 ആഴ്ച മുമ്പ് അവൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റതാ. എഴുന്നേറ്റപ്പോ കാല് മടിഞ്ഞുപോയി. എനിക്കറിയാം, ശുശ്രൂഷയുടെ മധ്യത്തിൽ നിൽക്കുന്നതുകൊണ്ട്, ഞാൻ തനിയെ വിശ്വാസത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ശത്രു എന്നെ എങ്ങനെയൊക്കെ തകർക്കാൻ ശ്രമിക്കുമോ അതുപോലൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ദൈവമുഖത്തേക്ക് മാത്രം നോക്കുന്നത് കൊണ്ട് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവ് എന്ത് വന്നാലും എനിക്ക് പിടിച്ചു നിൽപ്പാൻ ഒരു കൃപ വേണമെന്ന് എന്നും ദൈവത്തോട് ചോദിക്കും. എൻ്റെ മോൾ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റപ്പോ കാലൊന്ന് മടിഞ്ഞു പോയി. അപ്പം രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് കാല് നീര് വെക്കാൻ തുടങ്ങി. അവള് ഞങ്ങളുടെ കൂടെയല്ല താമസിക്കുന്നത്, അവള് അപ്പാർട്ട്മെന്റിൽ. അപ്പൊ അവൾ എന്നെ വിളിച്ചേച്ച് ചോദിച്ചു, മമ്മ എൻ്റെ കാല് മടിഞ്ഞു പോയി, ലൈക്ക് ഇപ്പൊ എൻ്റെ അപ്പടി നീരാന്ന് പറഞ്ഞു. വീഡിയോ കോൾ ചെയ്ത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി അവളുടെ കാല് ഫ്രാക്ചർ ആയിട്ടുണ്ടെന്ന്. ഉടനെ എമർജൻസി പോയി, അവർ എക്സ്റേ എടുത്തു, എമർജൻസി ആയിട്ട് അടുത്ത ഓർത്തോ ഫോളോ അപ്പ് തന്നു. അപ്പം നമ്മളെ തകർക്കാനായിട്ട് പലപ്പോഴും ശത്രു ശ്രമിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവനിലൂടെയും, പ്രത്യേകിച്ച് ശുശ്രൂഷാമുഖത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് ചില്ലറയല്ല. മക്കളിലൂടെ ആയിരിക്കാം, ഏതെങ്കിലും രീതിയിൽ നമ്മൾ മാനസിക സംഘർഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ശുശ്രൂഷിക്കാൻ സാധിക്കത്തില്ല, അല്ലെങ്കിൽ ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ സാധിക്കത്തില്ല. ആ എക്സ്റേ കണ്ടപ്പം ഞാൻ സെക്കൻഡ് ഒപ്പീനിയൻ ചോദിച്ച സമയത്ത് മനസ്സിലായി അവളുടെ കാലിന് ഫ്രാക്ചർ ആയെന്ന്. അവളാണെങ്കിൽ ഫൈനൽ സെമസ്റ്റർ ആണ്, 2 മാസം കൂടെ ഉള്ളൂ ക്ലാസ് കഴിയാനായിട്ട്. ഞാൻ ദൈവത്തോട് അന്ന് രാത്രി മുഴുവൻ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഓർത്തോ എമർജൻസി ഫോളോ അപ്പ് തന്നപ്പം ഒരു കാല് ഫ്രാക്ചർ ആയി എന്ന രീതിയിലാണ് പറഞ്ഞത്. അന്ന് രാത്രി മുഴുവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു, കർത്താവെ, കുഞ്ഞു കാലില് നാട്ടിലെ പോലെ പ്ലാസ്റ്റർ ഒന്നും ഇവിടെ എടുത്തില്ല, ബൂട്ടാണ് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ വന്നാൽ ഇവൾ എങ്ങനെ നടക്കും, സ്റ്റെപ്പ് ഇറങ്ങും, അങ്ങനെയുള്ള പ്രയാസത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാനും ഇരുന്നു. കാരണം പ്ലേറ്റ്സ് ആൻഡ് സ്ക്രൂസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ അവൾക്ക് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അന്ന് രാത്രി മുഴുവൻ കർത്താവ് അടിയനോടും കുഞ്ഞിനോടും കരുണ കാണിച്ചതുകൊണ്ട് ഓർത്തോ ഫോളോ അപ്പിന് ചെന്ന് അവർ 2ാമത് എക്സ്റേ എടുത്തു. കർത്താവിന്റെ കൃപയാൽ സോൺ 2 and 3 എമർജൻസി സർജറി ചെയ്ത് പ്ലേറ്റ്സ് ആൻഡ് സ്ക്രൂസും ഇടേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷെ ഇവളുടെ സോൺ 1 കർത്താവ്, ഞാൻ കണ്ട എക്സ്റേ അല്ല, പിറ്റേ ദിവസം കാണുന്ന എക്സ്റേ, നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തതയും കരുതലും എത്രയാണെന്ന് അറിയാമോ? ഹാലേലൂയ. അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതെ വണ്ണം ദൂതന്മാരെ കാവൽ ചെയ്യുമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രം ദൈവനാമ മഹത്വത്തിനായിട്ട് പറയാണ്, സോൺ 1 ആ ഫ്രാക്ചറിനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അവൾക്കൊരു ബൂട്ട് ഇട്ടുകൊണ്ട് നടക്കാവുന്ന രീതിയിൽ കർത്താവ്, ഹല്ലേലൂയ, സ്തോത്രം, അവളെ സഹായിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ശത്രു പിന്നെയും പുറകെ അവളെ വിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് എക്സാമിന് പോയപ്പോഴത്തേക്കും അവള് കെയർഫുൾ ആയിട്ട്, ഇവിടെ ഒത്തിരി സ്നോ ആയിരുന്നു, കെയർഫുൾ ആയിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണെങ്കിലും എതിരെ വന്ന വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് അവളുടെ വണ്ടി ഭാഗികമായിട്ട്
കംപ്ലീറ്റ് ഇപ്പൊ ടോട്ടൽ ലോസിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തകർന്നു. പക്ഷെ ഞാൻ ആലോചിച്ചു, ഇവിടെ ഞങ്ങൾ ഒരു കാലം കൊണ്ട് റൈറ്റ് ലെഗ് കൊണ്ടാണ് വണ്ടി ഓടിക്കുന്ന. നാട്ടിലത്തെ കാര്യം എനിക്കറിയില്ല, ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല നാട്ടില്. അപ്പം ഈ ഇടത്തെ കാലിന് ഫ്രാക്ചർ വന്നതുകൊണ്ട് അവൾക്ക് വലത്തെ കാല് കൊണ്ട് വണ്ടി ഓടിക്കാൻ സാധിച്ചു. ഈ വണ്ടി വന്ന് ഇടിച്ചത് വലത്തെ ഭാഗത്തായതുകൊണ്ട് ഇടത്തെ ഭാഗത്തിന് കുഴപ്പമൊന്നും വന്നില്ല. ഇപ്പം ശത്രു എത്രയൊക്കെ ശ്രമിച്ചാലും നമ്മുടെ പ്രാർത്ഥന കൊണ്ട്, കർത്താവിന്റെ ദൂതന്മാരുടെ സംരക്ഷണ കൊണ്ട് അവളെ ദൈവം താങ്ങി. പ്രിയ ദൈവമക്കളെ, ഇതുപോലെയാണ് പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ശക്തിയുണ്ട്. നമ്മൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് സ്വർഗീയ ദൂതഗണങ്ങളെ നമുക്ക് വേണ്ടി പകലിൽ മേഘസ്തംഭമായി രാത്രിയിൽ അഗ്നി തൂണായി ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാവൽ ചെയ്യും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മൾ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗസ്ഥ പിതാവ് നമുക്കും അവസരങ്ങൾ തരും. ഇന്ന് പകൽക്കാലം ഈ വചനത്തിന്റെ മുമ്പിൽ നമ്മൾ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും പറയുകയാണ്, ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾ ഓരോ പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മുടെ ദൈവം ആരെന്ന് വെളിപ്പെടുത്തുവാനും മറ്റുള്ളവരോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരങ്ങൾ തരും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കടന്നു പോകുന്ന ഓരോ വിഷയങ്ങളിൽ നിന്ന് നാം പുറത്തു വരുമ്പോൾ നമ്മളെ കൂടുതൽ അത് പ്രകാശിതരാക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുവചനം പറയുന്നത് പോലെ ഈ എളിയവൻ നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുമെന്ന് ഗ്രഹിക്കുവാൻ ആയിട്ടുള്ള ആ ഒരു ഹല്ലേലൂയ, സ്തോത്രം, കോൺഫിഡൻസ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാപിച്ചെടുക്കുവാൻ സാധിക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഓരോ വിഷയങ്ങളിൽ കൂടെ അകപ്പെട്ട് നാം അതിൽ നിന്ന് കടന്നു വന്നു കഴിയുമ്പോൾ, പുറത്തു വന്നു കഴിയുമ്പോൾ ദൈവം ആരെന്ന് രുചിച്ചറിയുവാൻ എനിക്കും നിങ്ങൾക്കും കർത്താവ് അവസരങ്ങൾ തരും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഓരോ നിമിഷവും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുമ്പോൾ ഹല്ലേലൂയ, നമ്മൾക്ക് വരാമായിരിക്കുന്ന സകല ആപത്തനർത്ഥങ്ങളിൽ നിന്ന് നമ്മളെ കർത്താവ് കാത്തു പരിപാലിക്കുമെന്നും ദൈവദൂതന്മാർ ഗബ്രിയേലിനെയും മിഖായേലിനെയും കാവൽ ചെയ്തുകൊണ്ട് നമ്മുടെ തലമുറകളെ, നമ്മുടെ പ്രിയപ്പെട്ടവനെ, നമ്മളെ കാത്തുകൊള്ളുമെന്നുള്ള ഒരു ഉറപ്പ് യേശു കർത്താവ് നമുക്ക് തരും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ഏത് വിഷയങ്ങളിലാണോ നിങ്ങൾ കടന്നു പോകുന്നത്, ഷിംസ മനാദന രഭന അരികാലി ഘടകതപക ശന്തലെ, അതിൽ നിന്നൊക്കെയും പുറത്തു കൊണ്ടുവരുവാൻ എന്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ശാംസ മനഗതപക ശന്തലെ സൂതരതലകാടികാതിപക ശന്തല. ലസി ജോൺ കായംകുളം സിസ്റ്റർ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ദാസിയെ വിവേചിക്കുന്നു. ഷീക്ക മനഗതപക ശന്തലെ സൂതരതലകാടികാതിപക ശന്തല സേക്കമാന റീകബാനി ദീകഷാദി ശന്തരാമദേരസൂര ധീരബാരി ധീരസാരി ശബാരബാലി ഘാടിക ദിഗാബക ശന്തരേ സരേല പടകതപക ശന്തല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദാസിയെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹാഗറിനെ പോലെ ഒരു കാലത്ത് നീ കരഞ്ഞ മണ്ഡലത്തെ ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പാ, എനിക്ക് വേണ്ടി സംസാരിക്കുവാൻ എനിക്ക് ഹല്ലേലൂയ, സ്തോത്രം. ചില സമയങ്ങളിലൊക്കെയും അപ്പന്റെ സന്നിധിയിൽ ഒന്നും പറയാനില്ലാത്തവളെ പോലെ കണ്ണുനീർ മാത്രം, തന്റെ കണ്ണുനീർ തടത്തിലൂടെ കടന്നു വരുന്ന അവസരങ്ങൾ, ഹല്ലേലൂയ, അവസ്ഥകൾ പരിശുദ്ധാത്മാവ് ദാസിയെ വിവേചിക്കുന്നു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം. ഷീംസമനാദന രപനാരി കാലികടകതപക ശന്തലെ സൂതരതുലകാടി കാതിപക ശന്തല. ഹല്ലേലൂയ, സ്തോത്രം. ഹാഗാർ ഒരു നീർറോപ കണ്ടതുപോലെ നിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, പലപ്പോഴും എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ ഇടത്തു നിന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ തുടക്കമിട്ട അവസ്ഥകളും അവസരങ്ങളും ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദാസിയെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീക്കമനാദന രപനാരി കാലികടകതപക ശന്തലെ സൂതരതരകാലി കാടികതപക ശന്തല. മിരിയാം തപ്പെടുത്താർത്തതുപോലെ നിന്റെ ജീവിതത്തിലും ആർപ്പിന്റെ ദിനത്തെ കർത്താവ് ഹല്ലേലൂയ, സ്തോത്രം, തരുമെന്നുള്ള വചന വെളിപ്പാടിലുള്ള ദൂത് ഇന്ന് പകൽക്കാലം ദാസിക്ക് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവത്തിന് സ്തോത്രം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. എന്റെ ദൈവത്തിന് സ്തോത്രം. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ദൈവമേ, നിന്റെ ദാസിയുടെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന ഈ വലിയ ഭാഗ്യാവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഷീംസ മനാദന രപനാരി കാലികടകതപക ശന്തലെ. ഹല്ലേലൂയ. പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്രകാരം പറഞ്ഞിട്ടുള്ള ദാസിയെ, അപ്പനെ അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിലനിൽക്കുന്നതെന്ന് പലപ്പോഴും ഹല്ലേലൂയ, സ്തോത്രം, തന്റെ ജീവിതത്തിലെ സാക്ഷ്യത്തിലൂടെ കർത്താവെ തെളിയിച്ച
ദാസിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കടന്നു പോകുന്ന അവസ്ഥകൾ അടിയൻ അറിയുന്നില്ലെങ്കിലും ഹാഗാറിന്റെ ആ മരുഭൂമിയുടെ അവസ്ഥയിൽ നിന്ന് നിന്റെ ദാസിയെ ഈ കാലഘട്ടത്തിൽ മരീചികയിലേക്ക് കരം പിടിച്ച് നടത്തുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അപ്പാ, അവൾക്ക് കൊടുത്തിരിക്കുന്ന ഈ ഭാഗ്യാവസ്ഥയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു പോകുന്ന അവസ്ഥകൾ അടിയൻ അറിയുന്നില്ലെങ്കിലും എന്റെ സർവശക്തനായ ദൈവം യേശുപ്പച്ചനെ രുചിച്ചറിയുവാൻ അവളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രതികൂല സാഹചര്യങ്ങൾ ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഈ ആണ്ടിൽ ഈ ദൂതദാസിക്ക് വേണ്ടി, ദാസിയുടെ കുടുംബത്തിന് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം ദൈവമേ ദാസിയുടെ ജീവിതത്തിൽ ഇറങ്ങിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തന്റെ ശൂന്യതകളെ എന്റെ കർത്താവ് പണിതുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഹല്ലേലൂയ. ആരുമില്ലെന്നുള്ള തോന്നൽ കർത്താവെ ജീവിതത്തെ നയിക്കുമ്പോഴും എന്റെ സർവശക്തനായ ദൈവത്തിന്റെ അദൃശ്യകരം, അദൃശ്യ ശബ്ദം, ഹല്ലേലൂയ സ്തോത്രം, വചനങ്ങൾ നിന്റെ ദാസിയെ താങ്ങുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. അനിത ടി എസ് സിസ്റ്റർ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ദാസിയെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീകദൂന റിഖാനബാരി ഖലാടി ഖാദിബക ശന്തലെ സൂദരദുല കടകദബക ശന്തരി സീകമാന റബാനബാരി ഖലാടി ഖാദിബക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ നിങ്ങൾക്കായി തുറക്കപ്പെടും. ദൈവമേ, ഒരു ചില വിഷയങ്ങൾക്ക് വേണ്ടി ദാസി ദൈവത്തിന്റെ സന്നിധിയിൽ കൂടെ കൂടെ മുട്ടുന്നത്, ഉപവസിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്. അപ്പാ, നീ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് യാക്കോബ് മല്ലുകെട്ടിയതുപോലെ മല്ലുകെട്ടുന്ന ചില മണ്ഡലങ്ങളെ ആത്മാവിന്ന് പകൽക്കാലം വിവേചിക്കുന്നു. ശീക്കമനഗതബക ശന്തലേ സൂദരതല കാടികാതിബക ശന്തല. ഹല്ലേലൂയ സ്തോത്രം. ദാവീദ് ഗൃഹത്തിന്റെ താക്കോൽ കയ്യിലുള്ളവൻ, നീ അടച്ച വാതിലാർക്കും തുറക്കുവാനോ നീ തുറന്ന വാതിലാർക്കും അടയ്ക്കുവാനോ സാധിക്കത്തില്ല എന്നുള്ള നിന്റെ നീതിയുള്ള വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. തകർന്ന് കിടക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. യെരൂശലേം മതിലിനെ പണിതതുപോലെ കർത്താവേ, അവളുടെ തകർന്ന ചില അവസ്ഥകളെ എന്റെ കർത്താവേ നാളുകളിൽ പണിയുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ. ഷീം സമനാദന രഭനാരി കാലികടകതബക ശന്തലെ. മനുഷ്യൻ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ ദാസിയുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം തകർന്ന ചില അവസ്ഥകളെ മൂലക്കല്ലാക്കി തീർത്തുകൊണ്ട് ഹല്ലേലൂയ മാനിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്നുള്ള വാഗ്ദത്ത ദൂത് വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദാസിക്ക് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ പ്രതിസന്ധികളുടെയും പ്രതികൂല സാഹചര്യങ്ങളുടെയും മധ്യത്തിലും എന്റെ കർത്താവിനെ ഉയർത്തുവാൻ നിന്റെ ദാസിക്ക് കൊടുത്തിരിക്കുന്ന കർത്താവെ അഭിഷേകത്തിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ നിന്റെ അമിത കൃപയിൽ ആശ്രയിപ്പാൻ നിന്റെ ദാസിയെ സഹായിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ബിജു എസ് അടൂർ, ഹല്ലേലൂയ. ശീക മനഗതബക ശന്തലെ സൂദനദരകാലി കാടികതബക ശന്തല സൂബ റബാലബാടി കഥാബക ശന്തരെ സേക്കെ മനേദകൂലഗടി കദീബക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രിയദാസനെ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിൽ വെള്ളം ഇപ്പോൾ വീഞ്ഞായതെന്ന് ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. ഒരു ചില വിഷയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം. ഷീം സമനഗതബക ശന്തലെ സൂദനദരകാലി കാടികതബക ശന്തല സേക്കെ മാനെ റീക ബാനി ദീക ഷാദി ശകദം ബലകം ദിനദം ദരകം ദുനാദിരഗന റിബാലി ഘടകതബക ശന്തലെ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. തന്റെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന ചില അവസ്ഥകളെ എന്റെ പരിശുദ്ധാത്മാവ് ദാസനെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഷീക മനഗതബക ശന്തലെ. ഹല്ലേലൂയ. കൽപാത്രങ്ങളിൽ വെള്ളം നിറച്ച് ഹല്ലേലൂയ സ്തോത്രം. ശംസ മനഗതബക ശന്തലെ വിരുന്നുകാർക്ക് കൊടുക്കുവാൻ കൽപ്പിച്ചതുപോലെ ഹല്ലേലൂയ. ഈ കൽപാത്രങ്ങളെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് കർത്താവ് വ്യക്തി ജീവിതങ്ങൾ ചോദിച്ചതുപോലെ പ്രിയദാസനെ ഷീംസ മനാദന രപനാരി കാലി ഘടകതബക ശന്തലെ. ഹല്ലേലൂയ. പലപ്പോഴും ശത്രു നിന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ആത്മാവ് ദാസനെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. നിന്നെ കൊണ്ട് എന്ത് പ്രയോജനം? ഹല്ലേലൂയ. ഷീക മനഗതബക ശന്തലെ സൂദനദരക അലികാടികതബക ശന്തലെ. പലപ്പോഴും കർത്താവെ തനിക്ക് കഴിവുകൾ ഉണ്ടെങ്കിലും കഴിവില്ലെന്ന ശത്രു ഹല്ലേലൂയ ബോധിപ്പിക്കുന്ന ചില മണ്ഡലങ്ങൾ ഹല്ലേലൂയ സ്തോത്രം വിശ്വസിപ്പിച്ചുകൊണ്ട് തന്നെ ഹല്ലേലൂയ സ്തോത്രം വിശ്വാസത്തിൽ നിന്ന് പോലും മടുത്തു പോകുന്ന ചില മണ്ഡലങ്ങളെ ആത്മാവ് വിവേചിക്കുന്നു. ഷീക മനഗതബക ശന്തലെ. ഹല്ലേലൂയ. ഷീക മാന റേക്കെ ബാനെ ദീക ഷാദി റുമദം രഗനം ദിനകം ദരദം ദുനാദിരഗന അരിപാലി ഘടകതബക ശന്തലെ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാസനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, വിശ്വാസത്തിന്റെ ചിറക് വരിച്ച് മുന്നേറുവാനുള്ള കൃപ ഈ നാളുകളിൽ നീ കൊടുക്കണമേ കർത്താവെ. ശത്രു പറഞ്ഞ ഹല്ലേലൂയ ലഭിക്കത്തില്ലെന്ന്, നീ തോറ്റുപോകുമെന്ന് ഹല്ലേലൂയ സ്തോത്രം
നിനക്ക് അത് അറിയില്ലെന്ന് പറഞ്ഞ ചില മണ്ഡലങ്ങളെ ആത്മാവ് ദാസനെ വിവേചിക്കുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം വിശ്വാസത്തിന്റെ ചിറക് വരിച്ച് മുന്നേറുവാനുള്ള കൃപ നീ കൊടുക്കണമേ കർത്താവേ. ഹല്ലേലൂയ. ശീക്കമനഗതബഗശന്തലെ ജൂൺ 2026 തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ചില കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് ശത്രുവാദിച്ച ദൈവമേ ചില വാദഗതികളെ തകർത്തു ഉടച്ചുകൊണ്ട് ശന്തല സൂദനതരകാലി കാടികതബഗശന്തല ഏറ്റവും മേത്തരമായത് തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം ലഭിക്കത്തില്ലെന്ന് ശത്രുവാദിച്ച മണ്ഡലത്തെ എന്റെ കർത്താവ് നടപ്പിലാക്കി കൊടുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ജൂൺ 2026 എന്റെ സർവശക്തനായ ദൈവം ആ വിഷയത്തിന്റെ മേൽ ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. ഷീക്കാമാന റേഖേ ബാനെ റിബാരി ബലബാടി കാതിപക ശന്തല ഹല്ലേലൂയ സ്തോത്രം. ഡെസി ചെറിയാൻ എന്ന ഈ ഡിവൈസിലിരിക്കുന്ന വ്യക്തി ജീവിതത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ശാംസ മനഗതബക ശന്തലി സൂദരതലകാടി കാതിപക ശന്തല സീക്ക മനഗതബക ശന്തലി സൂദരതലകാടി കാതിപക ശന്തലെ നാളുകളായി കർത്താവെ ദൈവമേ താൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഇടിവിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ടും ഹല്ലേലൂയ ഒരു ദൈവമേ ഒരു ഇഞ്ച് പോലും ആ വിഷയത്തിന് നീക്കുപോക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മണ്ഡലത്തെ ഇന്ന് പകൽക്കാലം വചനവെളിപ്പാടിൽ നിന്നുകൊണ്ട് ദാസിക്ക് വേണ്ടി പ്രിയദാസിന് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ ശാംസ മനാദന രപനാരി കാലി കടകതബക ശന്തലി സൂദരതല കാടി കാതിബക ശന്തല ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ നീ കാണാത്ത ചിലതിനെ കണ്ടെത്തുന്ന ഒരു വർഷമാക്കി എന്റെ കർത്താവ് മാനിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കുഴിക്കാത്ത കിണറിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നത് പോലെ ശിംസ മനഗതബക ശന്തലി പ്രാർത്ഥിച്ചിട്ടില്ലാത്ത ചില വിഷയങ്ങൾക്ക് പോലും കർത്താവ് മറുപടി കൊടുക്കുന്ന ഒരു വർഷമാക്കി എന്റെ കർത്താവ് മാനിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാക്കുവാൻ കഴിവുള്ളവൻ, ഒരു വാക്കുകൊണ്ട് സകലത്തെയും നിർമ്മിച്ചവൻ. ശിംസ മനഗതബക ശന്തലി സൂദനതരകാലി കാടികതബക ശന്തല സീബാ ശന്തലെ പുതു വഴിയൊരുക്കി എന്റെ കർത്താവ് ഈ വർഷം മാനിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു പോകുന്ന അവസ്ഥകൾ അടിയൻ അറിയുന്നില്ലെങ്കിലും എന്റെ സർവശക്തനായ ദൈവത്തിന്റെ ദൃഷ്ടി ഹല്ലേലൂയ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ ആലോചന പറഞ്ഞു തരുമെന്നുള്ള വാഗ്ദത്തം ഈ വചന വെളിപ്പാടിൽ ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ സർവശക്തനായ ദൈവം എടുക്കേണ്ടുന്ന ചില തീരുമാനങ്ങൾ മനഗതബക ശന്തലെ മാർച്ച് 2026 എന്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം അതിനുവേണ്ടി ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്നത് പോലെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പറയത്തക്ക രീതിയിൽ മനഗതബക ശന്തലെ ഇതുവരെയും കർത്താവെ ഹല്ലേലൂയ ഒരു ആലോചനയും ഹൃദയത്തിൽ തോന്നുന്നില്ലല്ലോ. ആത്മീയമേ പലരോടും താൻ അഡ്വൈസ് ചോദിച്ചിട്ടും അതിനൊന്നും മറുപടി ലഭിക്കാത്ത ചില കാര്യങ്ങളെ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് മനഗതബക ശന്തലെ ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. മാർച്ച് 2026 എടുക്കേണ്ടുന്ന ചില തീരുമാനങ്ങൾക്ക് എന്റെ കർത്താവ് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു കൊടുക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയദാസിയെ ശംസ മനഗതബക ശന്തലെ മിരിയാം തപ്പെടുത്താർത്തതുപോലെ ആർപ്പിന്റെ ദിനം ഈ മാർച്ച് 2026 എന്റെ കർത്താവ് ഒരുക്കി കൊടുക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ശംസ മനഗതബക ശന്തലെ സൂദരതല കാടി കാതിബക ശന്തല സേക്ക മനഗതബക ശന്തലി സൂദരതല കാടി കാതിബക ശന്തല കല എന്നുള്ള ഡിവൈസിലിരിക്കുന്ന വ്യക്തി ജീവിതത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസ മനാദന രപനാരി കാലി കടകതബക ശന്തല ഹല്ലേലൂയ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഹല്ലേലൂയ 40 വർഷം ഹല്ലേലൂയ അവർക്ക് ഹല്ലേലൂയ സ്തോത്രം മന്നയും കാടപ്പക്ഷിയും കൊടുത്തു പോഷിപ്പിച്ച സർവശക്തനായ ദൈവം ഹല്ലേലൂയ സ്തോത്രം അതിന് ചില ദൈവമേ ഹല്ലേലൂയ അവർക്ക് ദാഹിച്ചപ്പോൾ അവർ പിറുപിറുക്കുവാൻ തുടങ്ങി. മോശ ദൈവത്തോട് കരഞ്ഞു. ശീംസ മനഗതബക ശന്തലെ സൂദനതരകാലി കാടികതബക ശന്തല ഹല്ലേലൂയ സ്തോത്രം. യഹോവയാം ദൈവം മോശയോട് കൽപ്പിച്ചു തന്റെ കരത്തിലിരിക്കുന്ന വടിയെടുത്ത് ഹല്ലേലൂയ ആ തീക്കൽ പാറയിൽ അടിക്കുവാൻ. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഒരു സാഹചര്യവുമില്ലാത്ത ദൈവം ചില അവസ്ഥകളെ ദാസിയെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ശീംസ മനാദന രപനാരി കാലി കടകതബക ശന്തലെ മോശ വടിയെടുത്ത് ഹല്ലേലൂയ സ്തോത്രം ആ തീക്കൽ
പാറമേൽ അടിച്ചു, നദി പോലെ വെള്ളം പുറപ്പെട്ടു. പ്രിയദാസിയെ, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മണ്ഡലത്തെ ആത്മാവ് ഇന്ന് പകൽക്കാലം ദാസിയെ വിവേചിക്കുന്നു. ശീക്കമനാഥനാരപനാരി കാലികടകതപക ശന്തലെ സൂതരതലകാടി കാതിപക ശന്തല സേക്കമാന റീക്കബാനി ദീകശാദി റൂമദാരി ദിരാസരാ ദിരാഗലകാടി ഗാദഭാഗ ശന്തരെ സരേല ബടകതപക ശന്തല. അടിയനും അടിയനുള്ളവയെ ഞാൻ യേശു കർത്താവിന്റെ തിരുരക്തത്തിൽ മറയ്ക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശീക്കമനഗതപക ശന്തലെ സൂതനതരകാലി കാടികതപക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയദാസി, നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളെ ആത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. നിന്റെ കരത്തിലുള്ള വചനമാകുന്ന വടിയെടുത്ത് വിശ്വാസത്തോടെ ആ വിഷയത്തിന്റെ മേൽ അടിക്കുമ്പോൾ ഹല്ലേലൂയ, ഒരു സാധ്യതയുമില്ലാത്ത തീക്കൽ പാറയിൽ നിന്ന് ഹല്ലേലൂയ വെള്ളം പുറപ്പെടുവാൻ ഒരു സാധ്യതയുമില്ലാത്ത തീക്കൽ പാറയിൽ നിന്ന് നദി പോലെ വെള്ളം പുറപ്പെട്ടതുപോലെ പ്രിയദാസിയെ ഹല്ലേലൂയ, നീ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മണ്ഡലത്തിൽ ഹല്ലേലൂയ ഷാക്ക മാന റേക്കെ ബാനെ ദീക ഷാദി റൂമാദാരി ഹല്ലേലൂയ സ്തോത്രം. ശാരീരിക അസ്വസ്ഥതകളുടെ മണ്ഡലത്തിൽ പ്രാർത്ഥിക്കാൻ പോലും സാധിക്കാത്ത ചില അവസ്ഥകളെ ആത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നരിയാണികൾ ഉറപ്പിച്ച് എന്റെ ദൈവത്തിന് സ്തോത്രം ദാസിയെ എഴുന്നേൽപ്പിച്ച് നിർത്തി അനേകരുടെ മധ്യത്തിൽ ശിംസമനഗതപക ശന്തലെ സാക്ഷ്യം പറയുന്നവളാക്കി മാറ്റുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു പോകുന്ന അവസ്ഥകൾ അടിയൻ അറിയുന്നില്ലെങ്കിലും അവളുടെ ഹല്ലേലൂയ സ്തോത്രം വചനമാകുന്ന വടിയെടുത്ത് ദീർഘനാളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ഹല്ലേലൂയ ദൈവമേ അടിക്കുമ്പോൾ ഹല്ലേലൂയ തീക്കൽ പാറയിൽ നിന്ന് നദി പോലെ വെള്ളം പുറപ്പെട്ടതുപോലെ നിന്റെ ദാസിയുടെ വിഷയത്തിന്റെ മേൽ എന്റെ കർത്താവ് പ്രശ്ന പരിഹാരകനായി ഇറങ്ങി വന്ന് ദാസിയെ മാനിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കടന്നു പോകുന്ന അവസ്ഥകൾ അടിയൻ അറിയുന്നില്ലെങ്കിലും നിന്റെ ദാസിക്ക് വേണ്ടി എന്റെ കർത്താവ് എഴുന്നേൽക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. തീക്കൽ പാറയിൽ നിന്ന് നദി പോലെ വെള്ളം പുറപ്പെട്ടു. പ്രിയദാസിയെ വചന വെളിപ്പാടിൽ ദൂത് ദാസിക്ക് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന്റെ മണ്ഡലത്തിൽ നിന്റെ ദാസിക്ക് മറുപടി എന്റെ കർത്താവ് കൽപ്പിച്ചയക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രഷ്യസ് ജോൺ സിസ്റ്റർ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദാസിയെ വിവേചിക്കുന്നു. ആഗ്രഹിച്ചത് ചിലത് നടക്കാതെ വന്നപ്പോൾ ഷീംസ മനാദനാരപനാരി കാലികടകതപക ശന്തലെ സൂതി റബി റബു റഗലി കടീതപക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. അടിയനും അടിയനുള്ളവയെ ഞാൻ യേശു കർത്താവിന്റെ തിരുരക്തത്തിൽ മറയ്ക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും തന്റെ വിഷയങ്ങൾ ആർക്കും വെളിപ്പെട്ടു വരല്ലേ എന്ന് പലപ്പോഴും ഹൃദയത്തിന്റെ കോണുകളിൽ ഹല്ലേലൂയ ദൂതുകൾ കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ശിംസമനഗതപക ശന്തലെ താൻ കടന്നു പോകുന്ന അവസ്ഥകൾ ഹല്ലേലൂയ മറ്റാരും അറിയരുതെന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്ന ദാസിയെ ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു. യഹോവയുടെ കണ്ണെല്ലാടവുമുണ്ട്. ആകുന്നവയും ആകാത്തവയും ദൈവമേ അവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ചില ആഗ്രഹങ്ങൾ നടക്കാതെ വന്നപ്പോൾ ശമന കരബല കടകതപക ശന്തലെ ഹല്ലേലൂയ സ്തോത്രം. ദൈവമേ തന്റെ കുടുംബത്തിൽ ഒരു ചില വിഷയങ്ങൾക്ക് വേണ്ടി ദീർഘനാളുകളായി ദൈവത്തിന്റെ സന്നിധിയിൽ ഓലോല കണ്ണുനീർ പൊഴിക്കുന്ന ദാസിയെ ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. താൻ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങൾക്ക് സുബോധം വന്ന് ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ചില തീരുമാനങ്ങൾ എടുത്ത് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് താഴ്മയുള്ളവരായി അപ്പന്റെ സന്നിധിയിലേക്ക് മുഴങ്കാൽ മടക്കി അവരെ കൊണ്ടുവരുമെന്ന് ഇന്ന് പകൽക്കാലം വചനവെളിപ്പാടിൽ നിന്നുകൊണ്ട് ഈ ദൂത് ദാസിക്ക് വേണ്ടി കുടുംബതലത്തിൽ ഉള്ളവർക്ക് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുന്നു. അപ്പാ ഹല്ലേലൂയ. ഞങ്ങളുടെ ചില ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ ഹൃദയത്തിൽ ഉടലെടുക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സുബോധം വന്നവരായി ദൈവത്തിന്റെ സന്നിധിയിൽ പുതിയ തീരുമാനങ്ങൾ എടുത്ത് ഹല്ലേലൂയ സ്തോത്രം താഴ്മയുള്ളവരാക്കി ശംസമനഗതപക ശന്തലെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുപ്പച്ചന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ വ്യക്തി ജീവിതങ്ങളെ ഒരുക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ അവന്റെ പക്ഷമല്ല, അവൻ എന്റെ പക്ഷം ചേരുമെന്നുള്ള വചന വെളിപ്പാടിലുള്ള ദൂത് കുടുംബ തലത്തിന് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം ഈ കുടുംബത്തിൽ ഇറങ്ങിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ഹല്ലേലൂയ. സെബാ സൗദി ഹല്ലേലൂയ. ഈ ഡിവൈസിലിരിക്കുന്ന വ്യക്തി ജീവിതത്തെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. ശാക്കമനഗതപക ശന്തലെ സൂദനതരകാലി കാടികതപക ശന്തല സീക്കമാന റബാനബാരി കലാടി കാതിപക ശന്തലെ ക്ഷേമന ദുരകല കടകതപക ശന്തലി സൂദരതലകാടി കാതിപക ശന്തല. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിവൾ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും
ദൈവമേ യഹോവേ അവളെ വിടുവിച്ച കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതുവരെ എത്തുവാൻ ഞാൻ എന്തുള്ളൂ എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പലപ്പോഴും പറയുന്ന ദാസിയെ ആത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ശിംസമനഗതപകശന്തലെ സൂദനതരകാലി കാടികതപകശന്തല യഹോവയുടെ ഉദ്ദേശങ്ങൾ അവളുടെ ജീവിതത്തിൽ നടപ്പാക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. താൻ ഈ നാളുകളിൽ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. അവരുടെ ഹൃദയത്തിൽ അവരെന്തൊക്കെ നിരൂപിച്ചാലും യഹോവയുടെ ആലോചനകൾ നിവൃത്തിയാകുമെന്നുള്ള വചന വെളിപ്പാടുള്ള ദൂത് ഇന്ന് പകൽക്കാലം ദാസിക്ക് വേണ്ടി, ദാസിയുടെ കുടുംബതലത്തിലുള്ളവർക്ക് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ യഹോവയുടെ ആലോചനകൾ മാത്രം നിവൃത്തിയാകുവാൻ തക്കോണം യേശുപ്പച്ചന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദുരുപായങ്ങൾ ചിന്തിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളെ ഹാലേലൂയ അടർത്തി മാറ്റിക്കൊണ്ട് ശിംസമനഗതപകശന്തലെ സൂദനതരകാലി കാടികതപകശന്തല യഹോവയുടെ ആലോചനകൾ നിവൃത്തിയാകുവാൻ തക്കോണം ഈ കുടുംബത്തെ എന്റെ കർത്താവ് കണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം. ഹാലേലൂയ. ഇനി ഈ സൂമിലിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും യേശുപ്പച്ചന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഹാലേലൂയ. ബീന സിസ്റ്ററിനായി സ്തോത്രം കർത്താവെ. ഒരു പ്രത്യേക ദൗത്യത്തോടെ തന്റെ ജീവിതത്തിൽ ഹാലേലൂയ ലഭിച്ച വിടുതലിന് ഹല്ലേലൂയ സ്തോത്രം ഒരു സ്തോത്രയാഗമായി തുടങ്ങിയിരിക്കുന്ന ഈ പ്രയർ ഗ്രൂപ്പിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അനേകരെ ചേർത്ത് പിടിക്കുവാൻ ശിംസമനഗതപകശന്തലെ തകർന്നവരെ പണിയുവാൻ ഹാലേലൂയ വചനം കൊണ്ടും വാക്കുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ശാംസമനഗതപകശന്തലെ കൈത്താങ്ങൾ കൊണ്ട് തന്റെ മക്കളെ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരിടയന്റെ കീഴിൽ ചേർത്തിരിക്കുന്ന ആടുകളെ പോലെ നിന്റെ മകൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കുമായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. നിന്റെ ദാസിക്ക് കൊടുത്തിരിക്കുന്ന ദൈവമേ വലിയ ദൗത്യത്തിനായി സ്തോത്രം ചെയ്യുന്ന ഹാലേലൂയ. ശിംസമനാഥനാരഭനാരി ഖാലി കടകതപകശന്തലെ ചെറിയ ആട്ടിൻകൂട്ടമേ നീ ഭയപ്പെടേണ്ട എന്റെ ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ. കർത്താവെ ശമന ഖരബല ഘടകതപകശന്തലെ ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി താൻ പ്രാർത്ഥിക്കുമ്പോഴും ഹാലേലൂയ ദൈവമേ ഈ കർത്താവെ പ്രയർ ഗ്രൂപ്പിലുള്ള ചില പ്രാർത്ഥന ദൈവമേ ഹാലേലൂയ സ്തോത്രം പോരാളികൾ ഇതിൽ നിന്ന് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അനേക വിഷയങ്ങൾക്ക് വേണ്ടി എന്റെ കർത്താവ് വിടുതൽ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക സാക്ഷ്യങ്ങൾ ഇതിൽ നിന്ന് ഉയർന്നു വരുവാൻ എന്റെ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഹാലേലൂയ ഈ പ്രയർ ഗ്രൂപ്പിലൂടെ നടക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ ദാസിയുടെ ശാരീരിക ബലഹീനതകളുടെ മധ്യത്തിലും എന്റെ കർത്താവ് നിന്റെ ദാസിയെ പിടിച്ചു നിർത്തുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ശിംസമനഗതപകശന്തലെ പലപ്പോഴും കർത്താവെ എന്റെ അപ്പൻ തട്ടിയുണർത്തി വിഷയങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽപ്പാൻ നിന്റെ ദാസിക്ക് കൊടുത്തിരിക്കുന്ന തീക്ഷ്ണതയ്ക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹാലേലൂയ. ഷാമാ റാഖ ബാനാദാക ഷീകാറാബ ദേക്കേഷാദി റൂമാദാരി ദൂരാസാരി സീരാബാര ശകദംബലകം ദിനതംതരകം ദുനാതിരകനാരി ഭാലി ഘടകതപകശന്തലെ ഹല്ലേലൂയ സ്തോത്രം. കുടുംബത്തില് അനേക ആവശ്യങ്ങളുണ്ട്. പലപ്പോഴും തന്റെ ആവശ്യങ്ങൾ മറന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം ഇടിവിൽ നിൽക്കുമ്പോൾ ശിംസമനകദാരബാനകരബാലികാടികതപകശന്തലെ ഇന്ന് പകൽക്കാലം വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ദാസിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുന്നു. അവൻ ആർക്കും കടക്കാരനല്ല, അവൻ ആർക്കും ഒരു ബാധ്യതയല്ല. എന്റെ സർവശക്തനായ ദൈവമേ നിന്റെ സന്നിധിയിൽ നിന്റെ ദാസി ഹാലേലൂയ ആരോടും പറയാതെ വെച്ചിരിക്കുന്ന ചില വിഷയങ്ങൾക്ക് എന്റെ അപ്പൻ മറുപടി കൊടുക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനേക കാതകൾ ഓടേണ്ടതുണ്ട് കർത്താവെ. അതിനായിട്ടുള്ള ഒരു കൃപയ്ക്കായി യാചിക്കുന്ന കർത്താവെ. ശംസമനാഥനാരപനാരി കാലി ഘടകതപകശന്തലെ ഈ പ്രയർ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഞങ്ങളോട് ഇടപെട്ട് സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. വചന വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ ദൂത് കൈമാറി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ സൂമിലുള്ള ഓരോ വ്യക്തി ജീവിതങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അടിയനെയും ഏൽപ്പിക്കുന്ന തന്നല്ലാതെ അടിന്റെ ജീവിതത്തിലൊന്നുമില്ല കർത്താവെ. ഒരു വ്യക്തി ജീവിതത്തെ പോലും അറിയാതെ ഇരിക്കെ എന്റെ അപ്പൻ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തി ജീവിതങ്ങളെയും വിവേചിച്ച് ദൂതുകൾ കൈമാറുവാൻ കൃപ തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. വചനം മുമ്പാകെ അടിയനെയും അടിയന്റെ കുടുംബത്തെയും തലമുറകളെയും പ്രിയപ്പെട്ടവനെയും ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അന്ത്യം വരെയും വിശ്വസ്തയോടെ നിന്റെ സന്നിധിയിൽ നിൽപ്പാൻ അടിയന് കൃപ തരണമേ എന്ന് അപേക്ഷിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പന്റെ മുഖത്തേക്ക് നോക്കിയവരെ ആരെയും നീ ലജ്ജിപ്പിച്ചിട്ടില്ലപ്പാ. വചനത്തിന്റെ മുമ്പിൽ അടിയനെയും കുടുംബത്തെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും എന്റെ കർത്താവ് ഈ ആണ്ടിൽ തന്നെ പ്രവൃത്തിയെ സാധിപ്പിക്കുന്ന സർവശക്തനായ ദൈവം നടത്തിത്തരുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമസ്തമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. യാചനകൾ നീ കേട്ടതിനായി സ്തോത്രം. യാചനകൾക്ക് മറുപടി തന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും നീ തന്നെ എടുത്തുകൊള്ളണമേ. സനത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശുപ്പച്ചന്റെ നാമത്തിൽ താഴ്മയുടെ അപേക്ഷിക്കുന്നു. കൃപയുടെ ഉത്തരമരുളുമാറാകണമേ. ആമേൻ.
ഒരു വട്ടം കൂടെ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിലേക്ക് കടന്നു വരുവാൻ വീണ സിസ്റ്റർ എനിക്കൊരു അവസരം കൂടെ ഒരുക്കി തന്നതിന് ദൈവമക്കളോടും വീണ സിസ്റ്ററിനോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അടിയനെയും കുടുംബത്തെയും ഓർക്കണമേ എന്ന അപേക്ഷയോടെ എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. മാറാനാഥ. പ്രൈസ് ദി ലോർഡ്.